പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടോ? അതിനിർണായകമായ ഈ ചോദ്യമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. 2 ദിവസം മുൻപ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ചില വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചിട്ടുണ്ട്. സംവിധാനത്തിനുള്ളിൽ തന്നെ പ്രക്ഷോഭം തുടങ്ങിയെന്നും മോദി 1 വർഷത്തിനപ്പുറം പ്രധാനമന്ത്രിയായി തുടരില്ലെന്നുമായിരുന്നു രാഹുൽ ആഞ്ഞടിച്ചത്. ഇതിന് അദ്ദേഹം സുപ്രധാനമായ ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുമുണ്ട്. ഇന്നലെ രാജ്യതലസ്ഥാനമായ ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന വൻ പ്രക്ഷോഭവും ചില സൂചനകൾ നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദിറിൽ നടത്തിയ പ്രതിഷേധം രാജ്യത്തെ മൊത്തത്തിൽ ഉലച്ചിരിക്കുകയാണ്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേട് എന്നീ വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു ആയിരക്കണക്കിന് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യമാണ് അവർ പ്രധാനമായും ഉയർത്തിയത്. എന്നാൽ രാജി ആവശ്യം തള്ളിക്കളയുകയാണ് BJP. മാത്രവുമല്ല, കേന്ദ്രമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുമുണ്ട്. എന്നാൽ വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്നലത്തെ പ്രതിഷേധത്തിന് പിന്നാലെ മോദിക്കും കേന്ദ്ര സർക്കാരിനും ശക്തമായ മുന്നറിയിപ്പാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. 7 ദിവസത്തെ സമയം മോദിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നു CJP. അതിനകം ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന മന്ത്രിയെ ഇനിയും ചുമക്കാനാകില്ലെന്നാണ് CJP പറയുന്നത്. മന്ത്രിയെ പുറത്താക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CJP സ്ഥാപകൻ കൂടിയായ നേതാവ് അഭിജിത് ദിബ്കെ ഇതുവരെ സോഷ്യൽ മീഡിയകളിലൂടെ മാത്രം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നവർ ഇന്നലെ ഒരു കൂട്ടമായി തെരുവിലിറങ്ങി തങ്ങളുടെ ആദ്യ പരസ്യ പ്രക്ഷോഭം നടത്തി. അതൊരു സൂചനയാണ്. സൂചന കണ്ടും ആവശ്യം കേട്ടും പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഗതി പാടെ മാറുമെന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് CJP നൽകുന്നത്. അമേരിക്കയിലായിരുന്ന അഭിജിത് ദിബ്കെ ഇന്നലെ രാവിലെ ദില്ലിയിലെത്തിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. എന്തു ത്യാഗത്തിനും തയ്യാറാണ് താൻ എത്തിയിരിക്കുന്നതെന്നാണ് അഭിജിത്ത് പറയുന്നത്. 1 മാസത്തോളമായി സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇന്നലെ തെരുവിലിറങ്ങി CJP പ്രവർത്തകർ ഉയർത്തിയത്. അത് കണ്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ നടിച്ചാൽ CJPയുടെ തുടർന്നുള്ള നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയുണ്ട്. യുവാക്കളുടെ പ്രക്ഷോഭങ്ങളെ ഒരു സർക്കാരുകൾക്കും കണ്ണടച്ച് തള്ളിക്കളയാനാകില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. എന്നാൽ CJPയുടെ നീക്കങ്ങളെ ഗൗനിക്കില്ലെന്ന സൂചനയ്ക്കൊപ്പം ഇതിനു പിന്നിൽ വൈദേശിക ശക്തികളെന്ന ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ. രാജ്യത്തെ യുവാക്കൾ നെഗറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന വിദേശകരങ്ങളിലെ കളിപ്പാവകളാകില്ലെന്നാണ് നിതിൻ പറഞ്ഞത്. ഒപ്പം പുറത്തുള്ള ഒരു ഏജൻസി നടത്തിയ പരീക്ഷയിലെ ക്രമക്കേടിന് കേന്ദ്രമന്ത്രിക്ക് എങ്ങനെ ഉത്തരവാദിത്തം വരുമെന്ന ചോദ്യവും BJP ഉയർത്തുന്നു. എന്തായാലും ഈ 7 ദിവസങ്ങളിലെ CJPയുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും നിർണായകമാകും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായി CJP പ്രവർത്തകർ, അതായത് യുവാക്കൾ, തെരുവിലിറങ്ങും. അത് പിന്നീട് നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രക്ഷോഭമായി തന്നെ മാറുകയും ചെയ്യും. രാജ്യത്തെ ഇളക്കിമറിക്കുന്ന ഒരു ശക്തിയായി CJP മാറിയാൽ അതിൽ മോദി ഉലയുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി ഉറ്റുനോക്കുന്നത്.